പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 62ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കുമ്പളത്ത് നിന്നുള്ള സ്റ്റേസി എന്നുള്ള ഒരു MBA ഗ്രാജുവേറ്റിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് സ്റ്റേസി, ഞാൻ കുമ്പളത്ത് നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മരിയൻ ഉടമ്പടിയുടെ തനതായ 2 സ്വഭാവ വിശേഷണങ്ങളായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഒപ്പം തന്നെ ടൈം ഷോർട്ടനിങ്, ഈ 2 കോണ്ടൻറ്റ് ഉള്ള വലിയൊരു സാക്ഷ്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ ഏറെ പ്രത്യേകമായിട്ട് ബിടെക്കുകാരും MBAക്കാരും അതുപോലെ തന്നെ പ്രൊഫഷണൽസും ഒക്കെ പഠിച്ചിറങ്ങി യാതൊരു ജോലിയും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പരാതി പറഞ്ഞ് ഇങ്ങനെ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കുന്നൊരു കാലമാണ്. പിന്നെ ഒരു കൂട്ടം യുവാക്കളാണെന്നുണ്ടെങ്കിൽ ഈ തൊഴിലില്ലായ്മയുടെയും സാലറിയുടെയൊക്കെ ഒരു പ്രശ്നം കാരണം പുറത്തോട്ട് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സമയത്താണ് ഈ സാക്ഷ്യം നമ്മുടെ തികച്ചും വ്യത്യസ്തമാകുന്നത്, യുവജനതയ്ക്ക് പ്രചോദനം നൽകുന്നത്. കർത്താവിൻ്റെ കരം പിടിപ്പിക്കുമ്പോൾ, അത് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരമാണ് ഒരു വ്യക്തിയെ ആ മരിയൻ ഉടമ്പടി വ്യത്യസ്തമാക്കുന്നത്, അതുമല്ലെങ്കിൽ ഈ ഒരു പുണ്യമായ സാക്ഷ്യപീഠത്തിലേക്ക് ആ മക്കളെ എങ്ങനെയാണ് ദൈവമാതാവ് സമയചുരുക്കത്തിൽ കൈപിടിച്ചുയർത്തുന്നത് എന്ന് വെളിവാക്കുന്ന ഏറ്റവും അടുത്ത ദിനങ്ങളിൽ, അതായത് ഈ കഴിഞ്ഞ ജൂൺ മാസം വന്ന ഏറ്റവും പുതിയ സാക്ഷ്യങ്ങളിൽ, ഒരുപാട് സാക്ഷ്യങ്ങൾ നിങ്ങൾക്കറിയാം യുവാക്കൾ അൾത്താരയിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സാക്ഷ്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വിശകലനം ചെയ്യുന്നത് ഒത്തിരി നന്നായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് തോന്നിച്ചതിൻ്റെ വെളിച്ചത്തിലാണ്, അവസാന നിമിഷമാണ് ഞാൻ ഈ സാക്ഷ്യം സെലക്ട് ചെയ്യുന്നത്. കാരണം മറ്റൊരു സാക്ഷ്യമാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചെങ്കിലും ദൈവമാതാവ് ഇത് പറയണമെന്നാണ് അവസാനം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം എടുത്തത്. അപ്പോൾ ഈ മകളുടെ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: കുടുംബത്തിൽ ഉടമ്പടിയെക്കുറിച്ചും കൃപാസനത്തെപ്പറ്റിയും കൃപാസന മാതാവിനെ പറ്റിയും യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു മകളാണ് ഈ സ്റ്റേസി. അതാണ് ഒന്നാമത്തെ ഹൈലൈറ്റ്. അപ്പോൾ എന്നെ കേൾക്കുന്ന യുവാക്കൾ, കൃപാസന മാതാവിനെ നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു സാക്ഷ്യം എൻ്റെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണണം. കാരണം ഈ മകൾ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്: എൻ്റെ കുടുംബത്തിൽ ആർക്കും എനിക്കും കൃപാസന മാതാവിനെ വിശ്വാസമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ മകൾക്ക് വിശ്വാസം കിട്ടിയതെന്ന് ഈ മകൾ അടുത്ത വാക്കിൽ പറയുന്നുണ്ട്. ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയ ഒരു കൂട്ടുകാരി അവൾക്ക് കിട്ടിയ ശക്തമായ ദൈവിക ഇടപെടലുകളും സാക്ഷ്യങ്ങളും ഈ മകളോട്, അതായത് ഈ സാക്ഷ്യം പറയുന്ന സ്റ്റേസിയോട് പങ്കുവെക്കുമ്പോഴാണ് ഈ മകൾക്ക് കൃപാസന മാതാവ് സത്യമാണ്, ഇവിടെ നടന്ന പ്രത്യക്ഷീകരണം സത്യമാണ്, ഉടമ്പടി സത്യമാണ് എന്നുള്ളൊരു ബോധ്യം ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ ഒരിക്കലും അവർ കള്ളം പറയില്ല. നമുക്ക് ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളാണവർ. അപ്പോൾ ഇപ്രകാരം ഈ മകൾക്ക് ഇങ്ങനൊരു കൂട്ടുകാരി, ഈ മകളുടെ സാക്ഷ്യം അവസാനിക്കുന്നത് വരെ ഈ മകൾ ഇടയ്ക്കിടയ്ക്ക് ഈ കൂട്ടുകാരിയുടെ പേര് പറയുന്നില്ലെങ്കിൽ പോലും ഈ കൂട്ടുകാരിനെ റെഫർ ചെയ്യുന്നുണ്ട്. കാരണം ഈ മകൾക്ക് റെഫർ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. കാരണം ഈ മകളുടെ മെൻറ്റർ, സ്പിരിച്വൽ മെൻറ്ററായിട്ട് അന്ത്യം വരെ നിൽക്കുന്നത് ഈ മകളുടെ കൂട്ടുകാരിയാണ്. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, അങ്ങനെ കൃപാസനം പ്രാർത്ഥനകൾ ആരംഭിച്ചപ്പോൾ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകളാൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നുണവചനങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ സത്യവചനം നമ്മളെ ഓർമ്മിപ്പിച്ചു തരും. ഇപ്പോൾ എന്നോടൊക്കെ ഈ കൃപാസനത്തിൻ്റെ വഴിയിലൂടെയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഒരുപാട് മക്കൾ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാറുണ്ട്. പക്ഷേ ചിലവരുടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതായത് ഇവർ പറയുന്ന വിഷയങ്ങളല്ല പ്രാർത്ഥിക്കേണ്ടത്. കുറച്ച് മുമ്പ്, ഞാൻ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, ഞാൻ കൃപാസനത്തിൻ്റെ ഈ പാസേജിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഒരു മകൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനൊരു പരസ്ത്രീ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വന്നു.
ഈ പരസ്ത്രീ ബന്ധത്തിൻ്റെ വിഷയം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ജോമോളെ നീ ഒന്നും കൂടി ചോദിച്ചു, ഇതൊന്നുമല്ല യഥാർത്ഥ വിഷയമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ പറയുന്ന വിഷയം എനിക്ക് ബോധിച്ചില്ലെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ അടിയൊഴുക്കുകൾ വേറെ എന്തെങ്കിലും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റു വിഷയങ്ങളുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചോദ്യങ്ങളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആവർത്തിച്ചിട്ടിരുന്നപ്പോൾ ഈ മകൾ എന്നോട് പറഞ്ഞതാണ്, ഞാനൊരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു, ഒരു ഹിന്ദുമത വിശ്വാസിയാണ് കെട്ടിയത്, അങ്ങനെ പിള്ളേർ ജനിച്ചു. പിള്ളേർ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞ ഒരു ആൻസർ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അതായത് ഒരു വിശ്വാസത്തിലും ഇല്ലാത്ത രീതിയിലാണ് മക്കളെ വളർത്തുന്നത്. ഇപ്പോഴത്തെ ഈ മകളുടെ വിഷയം ഇതൊന്നുമല്ല. മാമോദിസ ജലം ഈശോയുടെ ആ വലിയ കൂദാശയിൽ പങ്കുപറ്റിയ മകൾക്ക് ഈ വിശ്വാസം നഷ്ടപ്പെട്ടതും ഇതേപോലെ ജനിച്ച കുഞ്ഞുങ്ങൾ നിത്യജീവനെ പറ്റി യാതൊരു അവബോധമില്ലാതെ ജീവിക്കുന്നതൊന്നുമല്ല ഈ മകളുടെ വിഷയം. ഭർത്താവ് വേറൊരു സ്ത്രീയുടെ പുറകെ പോകണതിനാണ് ഈ മകളുടെ ആത്മദുഃഖം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് എനിക്കൊന്നും പറയാനുണ്ട്. എൻ്റെ ഉടമ്പടി ക്ലാസ്സിൽ ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. കാരണം ഇതുപോലെ കൃപ വന്നെന്നറിയാനുള്ള തടസ്സങ്ങൾ നിലനിൽക്കെ നിങ്ങൾ അത് തിരുത്താതെ നിങ്ങളുടെ വിഷയങ്ങൾ ടാർഗറ്റ് ചെയ്യരുത്. അത് ആദ്യം ഫോക്കസ് ചെയ്ത് തിരുത്താനുള്ള നടപടികൾ ആരംഭിക്കണം. പരിശുദ്ധ അമ്മ ഒരുപാട് മക്കൾ ഇവിടെ നേരിട്ട് സാക്ഷ്യം വന്നു പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് ചില മക്കൾക്കൊക്കെ മനസ്സിലായത് അവർ ചെയ്തത് തെറ്റാണെന്നും. കാരണം അവർ ഇത്രയും നാൾ ചെയ്തതൊക്കെ വളരെ ശരിയാണെന്നുള്ള ഒരു കാരണം കുടുംബത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാറ്റഗിസം ഒന്നും കിട്ടാത്തത് കൊണ്ടും, അതുപോലെ ജഡത്തിൻ്റെ ആ വലിയ ദുർമോഹങ്ങൾ കൂടുതൽ തലയ്ക്ക് പിടിച്ചതുകൊണ്ടും, ആ ഒരു സമയത്തെ ഒരു ജഡത്തിൻ്റെ ദുരാശയും കണ്ണിൻ്റെ ആ ഒരു ദുരാശയും ജീവിതത്തിൻ്റെ അഹന്ത മൂലം യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ഇതേപോലെയുള്ള ബന്ധങ്ങളിലൊക്കെ അകപ്പെട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾക്ക് ആ ആത്മഭാരമാണ് വേണ്ടത്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങൾ ആദ്യം വിഷയം വയ്ക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു വിഷയത്തിനാണ്. ഹസ്ബൻഡ് പോണതും വരണതും അല്ല നിങ്ങളുടെ വിഷയം. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ വിഷയം. ഇത് നിങ്ങളുടെ നിത്യജീവൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ആദ്യം ഇത് ഫോക്കസ് ചെയ്യാൻ ഞാൻ അവർക്ക് മറുപടി കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ്. ഈ മകളെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരി ഈ ഒരു പ്രാർത്ഥന ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ പ്രാർത്ഥന സത്യമായതുകൊണ്ട് ഈ മകൾക്ക് ഇതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവുള്ള മകളായതുകൊണ്ട് അപ്പോൾ തന്നെ കൃപാസന മാതാവിൻ്റെ വലിയ ഒരു സ്നേഹം ഈ മകള് നേരിട്ട് രുചിച്ചറിഞ്ഞു. ഈ രുചിച്ചറിഞ്ഞ മകൾ ചെയ്തത് ഇപ്രകാരമാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു വലിയ സാക്ഷ്യപീഠത്തിലേക്ക് ഈ മകളെ ദൈവപിതാവ് സ്റ്റേസിയെ സമയച്ചുരുക്കത്തിൽ ഉയർത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ ഒത്തിരി യുവാക്കളാണ് ഇതേപോലെ MBA പഠിച്ച് ഇങ്ങനെ തേരാ വരെ നടക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ബിടെക്കുകാരും MBAക്കാരും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഒത്തിരി കൂടുതലാണ്. ഈ ഒരു സമയത്താണ് ജസ്റ്റ് MBA പാസ്സായി മകള് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ഇതേപോലെ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകും. അപ്പോൾ ആ മകൾ പറയുന്നുണ്ട്, അതേ സ്ഥലത്ത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയതാണ്, അന്ന് എനിക്ക് കിട്ടിയില്ല, ഒരു ബാങ്കിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഇപ്പോൾ ഈ മകളുടെ ബലം എന്ന് പറയുന്നത് ഈ മരിയൻ ഉടമ്പടിയാണ്. അപ്പോൾ ഈ മകൾ സാക്ഷ്യം പറയുന്നത് ജൂണിലാണ്, മെയ് മാസമാണ് ഉടമ്പടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളത് ഓർക്കണം. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന അവസാനത്തെ ടെസ്റ്റ് നല്ല രീതിയിൽ MBA ഒക്കെ പൂർത്തിയാക്കി. അപ്പോൾ കോളേജിൻ്റെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർവ്യൂവിന് പോയെങ്കിൽ ഈ മകൾ കിട്ടിയിട്ടില്ല. മരിയൻ ഉടമ്പടിക്ക് ശേഷം ഇതേ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ മകൾ വിചാരിച്ചത് അങ്ങനെ ഇൻ്റർവ്യൂവിന് കോൾ ഫോർ ചെയ്യുമ്പോൾ വലിയ ഒരു 10-20 പേരുണ്ടാവുന്നു. അല്ല, അവിടെ ചെന്നപ്പോൾ 100 മുതൽ 150 പേര് ഇങ്ങനെ ഉദ്യോഗാർത്ഥികളാണ് നിരന്ന്. ഈ ഒരു 2 വേക്കൻസി ഉള്ളൂ, 150 പേരുമുണ്ട് നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ മകൾ പകച്ചുപോയി. കാരണം ഇവള് ഫ്രഷറാണ്. നിങ്ങൾക്ക് ആ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും, ചെറിയൊരു മകളാണ്, MBA ജസ്റ്റ് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. അവളുടെ പ്രായം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, 23-24 വയസ്സുണ്ടാവുള്ളൂ. അപ്പോൾ ഈ മകള് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പ് കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ചെയ്യാനും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്കും ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നിൻ്റെ അടുത്ത് വരും, അതുപോലെ തന്നെ നിനക്ക് ഒരു ധൈര്യം കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മകള് ശരിക്കും ഈ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് ഈ ഫ്രണ്ടിനെയാണ്. ആ ഫ്രണ്ടാണ് കൂടെ അന്ത്യം വരെ നിൽക്കുന്നത്. അപ്പോൾ ഈ മകള് നിങ്ങൾക്കറിയാമല്ലോ, ഒരു MBAയുടെ ലെവലിലുള്ള ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിഫിക്കേഷൻ, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ മൊത്തം അവിടെ ഉണ്ടാവും.
പക്ഷേ ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം മറന്നുപോയിരുന്നു. ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരുന്നത്. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, മാനേജറുടെ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് ഉത്തരം പറയാൻ സാധിച്ചു. പക്ഷേ അപ്പോഴും ഞാൻ പോയപ്പോൾ വിചാരിച്ചു ഒരിക്കലും ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നൊന്നും എനിക്ക് കിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു റിവേർട്ട് മെയിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ജൂൺ 13-15 മുന്നേ ആയിട്ട് എനിക്കൊരു മെയിൽ വന്നു, നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആയിന്ന്. അങ്ങനെ ആ ഒരു ദിനം വന്നു ചേർന്നു. ആ മകളെ അവസാനം ഇവർക്ക് 2 പേരെ വേണ്ടിയിരുന്നുള്ളൂ. ആ 2 പേരിൽ ഒരാളാക്കി ഈ മകളെ ദൈവപിതാവ് സെലക്ട് ചെയ്തു. ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആവർത്തിച്ച് ഈ മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മൈക്കിൽ കൂടി, ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുക്കുകയോ ഇല്ലയോ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നത്. കാരണം ആ ഇൻ്റർവ്യൂ നമുക്കറിയാം, 150 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നേരിട്ട് അവിടെ ഇടപെടാതെ ആ മകൾക്ക് ആ സെലക്ഷൻ കിട്ടില്ല. ഇവിടെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ആ ഒരു വാക്ക്, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഫീച്ചർ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് പ്രവർത്തിച്ചത്. അത് ഈ മകൾ പറയുന്നുണ്ട്. അതിനുശേഷം ജോലിയെല്ലാം കിട്ടി. നമുക്കറിയാമല്ലോ ഈ മരിയൻ ഉടമ്പടിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് യോഹന്നാൻ 15:7. അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുക, എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ മകള് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗെറ്റിംഗ് ദ ഓഫർ ലെറ്റർ ഈ ഒരു സക്സസ് ഞാൻ എൻ്റെ മാതാവിന്, കൃപാസന മാതാവിന് എന്നെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടിയാണ് എനിക്ക് ഈ ജോലി കിട്ടിയ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു പോസ്റ്റ് പോലും ഞാൻ ഇന്നേ വരെ ഞാൻ ഇട്ടിട്ടില്ല ആ ഒരു ടാഗ് ലൈനിൽ. പക്ഷേ ദൈവത്തിനെ പ്രകീർത്തിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ആ കാര്യത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനും എനിക്ക് സാധിച്ചു. അപ്പോൾ ഈ മകള് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ദൈവപിതാവിന് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഈ മകളെ ഇങ്ങനെ പൊക്കിയെടുത്തത്. അപ്പോൾ ഈ മകളെ ഇമ്മീഡിയറ്റ്ലി ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഇത്രയും വയസ്സ് പ്രായമുള്ള മകൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നോട്ട് ബൈ മെറിറ്റിൽ മകളെ ദൈവം എടുത്തുയർത്തിയപ്പോൾ ആ മകള് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു, എന്നെ ഇങ്ങനെ മാതാവ് നോട്ട് ബൈ മെറിറ്റിൽ ഉയർത്തിയെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ മാതാവിനൊരു പ്രോമിസും കൂടി മകൾ കൊടുക്കുന്നുണ്ട്. 19-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് വരുന്ന ഞാൻ കൃപാസന അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഈ മകൾ പിറ്റേ ദിവസം തന്നെ കൃപാസന മാതാവിൻ്റെ മുമ്പിൽ വന്നു. അന്ന് മകൾ ഈ ഉടമ്പടിയുടെ ഫോം എടുക്കാത്തതുകൊണ്ട് നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. പക്ഷെ അമ്മേനെ കണ്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ആ മകൾ വീട്ടിലോട്ട് പോയി. പിന്നെ വന്ന് ഉടമ്പടി ഫോമുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞു. ഈ സാക്ഷ്യം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, ഏറെ പ്രത്യേകമായിട്ട് ജോലിയില്ലാതെ വലയുന്ന യുവാക്കൾക്ക്, നല്ലൊരു കരിയർ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന യുവാക്കൾക്ക്, ഇനി നാട്ടിലൊരു കോഴ്സ് പഠിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന മക്കൾ, അതുപോലെ കുടുംബത്തിൽ യാതൊരു വരുമാനം ഇല്ലായിട്ട് പോലും മാതാപിതാക്കന്മാരെയൊക്കെ ഒത്തിരി മക്കൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എല്ലാ ഫ്രണ്ട്സും പുറത്തോട്ട് പോകുമ്പോൾ ഇല്ലാത്ത കാശ് മുടക്കി കുടുംബം പണയം വെച്ചൊക്കെ വീട്ടുകാരെ ഇങ്ങനെ നിർബന്ധിച്ച് പിന്നെ ബുദ്ധിമുട്ടിച്ചൊക്കെ പുറത്തോട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്ന മക്കളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു സാക്ഷ്യമാണിത്. നിങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കണം. വിദേശത്തോട്ട് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഓരോരുത്തർക്കും ഇവിടെ ഒത്തിരി മക്കളോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മാതാവ് തന്നെയാണ് ആ മക്കൾക്ക് ആ കൺട്രി കാണിച്ചിരുന്നത്. അതെ, നമ്മൾ രക്ഷപ്പെടണമെന്നും ഹൈ ഒരു ക്വാളിറ്റിയുള്ള ലൈഫ് നയിക്കണമെന്നൊക്കെ മരിയൻ ഉടമ്പടിയിലിരിക്കുന്ന മക്കൾ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തലയെടുപ്പോട് കൂടിയിട്ട് ഉയർന്നു നിൽക്കണമെന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു വചനം വീണ്ടും ആവർത്തിക്കണം, യോഹന്നാൻ 15:7. നിങ്ങൾ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തി ജീവിക്കുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് മല്ലന്മാർ വന്നാലും നിങ്ങളെ ദൈവപിതാവ് പരിശുദ്ധമ്മ കരം പിടിച്ച് ഉയർത്തി നിർത്തും. അതിൻ്റെ വലിയൊരു തെളിവാണ് ഈ സ്റ്റേസി എന്ന ഈ ഒരു മകളുടെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തെ പറ്റി ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ 2 വചനങ്ങളാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. ഒന്ന് സംഖ്യ പുസ്തകത്തിലെ 13-ാം അധ്യായം 28-ാം തിരുവചനം. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്, പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്, മാത്രമല്ല അനാക്കിൻ്റെ വർഗ്ഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അതായത് ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് കാനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടിയിട്ട് മോശയോട് കർത്താവ് നേരിട്ട് പറയുകയാണ്, ഗോത്രത്തിൽ നിന്ന് ഇസ്രായേൽ തലവന്മാരെ ഈ ദേശം ഉറ്റുനോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് മോശയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ദേശം ഒറ്റുനോക്കാൻ പോയ ഇസ്രായേൽ തലവന്മാർ മോശയ്ക്ക് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണത്. അതായത് ഈ ദേശം വളരെ വിസ്തൃതമാണ്, അനാക്കിൻ്റെ വർഗ്ഗക്കാരെയൊക്കെ ഞങ്ങൾ കണ്ടു. അതായത് നമ്മൾ അവിടെ ചെന്നാൽ നമ്മളെ ജീവനോടെ പിടിച്ച് വിഴുങ്ങി തിന്നും, അങ്ങോട്ട് പോകണ്ട എന്നുള്ളൊരു നെഗറ്റീവ് റിപ്പോർട്ടാണ് ഈ കുറച്ച് ഒരു വിഭാഗം തലവന്മാർ കൊടുക്കുന്നത്. ഇവിടെ കാലബ് എന്നു പേരുള്ള ഒരു ദൈവപുരുഷൻ വ്യത്യസ്തനാകുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ ശക്തമായിട്ടൊരു വചനം വായിക്കുന്ന പ്രകാരമാണ്. സംഖ്യ 13:30 മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിക്കൊണ്ട് കാലേബ് പറഞ്ഞു, നമുക്കുടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം, അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ 2 രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് ഞാൻ നിങ്ങളെ വായിച്ചു കേട്ടത്. ഒന്ന്, ഇസ്രായേലിലെ ഗോത്രത്തലവന്മാർ ചിലർ പറയുന്നത് പട്ടണം ഇങ്ങനെ വളരെ വിശാലമാണ്, ഇങ്ങനെ കോട്ടകളാൽ ചുറ്റപ്പെട്ടതാണ്, അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്, ശക്തന്മാരാണ്, അപ്പോൾ നമ്മൾ ചെന്നാൽ നമ്മളെ ജീവനോടെ വിഴുങ്ങുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അപ്പോൾ കാലബ്, ദൈവത്തിൻ്റെ ശക്തി ആവഹിച്ച കാലബ് അവരെ നിശബ്ദരാക്കിക്കൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതെ, അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ഇത് ഞാൻ കമ്പയർ ചെയ്യാൻ കാരണം ഈ മകള് ഈ സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. 150 പേരെ കണ്ടപ്പോൾ ഞാൻ ആകെ എൻ്റെ IC അടിച്ചു പോയി നമ്മൾ ഈ പച്ച മലയാള ഭാഷയിൽ പറയാറുണ്ട്. കാരണം 2 വേക്കൻസിയേ ഉള്ളൂ, 150 പേരെ ഉണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ സ്റ്റേസിയെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഇവരെ പിന്തള്ളി വേണം ഈ മകൾക്ക് ഇതിൻ്റെ അകത്ത് കയറി പറ്റാൻ. ഇവിടെയാണ് ഉടമ്പടി ഈ മകൾക്ക് ബലം നൽകുന്നത്. ഇനി നിങ്ങൾ മരിയൻ ഉടമ്പടി വെറുതെ എടുത്ത് വിട്ടിരിക്കുന്നവർ ഈ സാക്ഷ്യം കേൾക്കണം. അതായത് ഈ മകൾ പറയുന്നുണ്ട്, എന്നെ പരിശുദ്ധ അമ്മ ഇപ്രകാരം അനുഗ്രഹിക്കാൻ കാരണം ഇതാണ്, ഞാൻ വെള്ളം ചേർക്കാതെ ഈ മരിയൻ ഉടമ്പടി നിബന്ധനകൾ വൃത്തിയായി ഞാൻ പാലിച്ചിരുന്നു. അത് ആ മകൾ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, ഞാൻ നേരത്തെയും കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഉടമ്പടി കോൺഷ്യസ്നോട് കൂടിയാണ്, ഉടമ്പടിയുടെ ഒരു കോൺഷ്യസ്നെസ് എൻ്റെ മനസ്സിലുണ്ട്, അങ്ങനെയാണ് ഞാൻ ഈ കാരുണ്യ പ്രവൃത്തിക്ക് ചെയ്തത്. ഇപ്പം ഞാനൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിശന്നു എന്ന് എന്നോട് പറഞ്ഞു, അതല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ ആ വ്യക്തിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ആ ഒരു ലെവലിലേക്ക്, ദൈവസ്നേഹത്തിൻ്റെ വലിയ ലെവലിലേക്ക് ഈ മകൾ വളർന്നു. അങ്ങനെ ഉടമ്പടി ഒരു ജീവിതചര്യയാക്കി. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ്, അതായത് നിങ്ങൾക്ക് ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾക്ക് എപ്പോഴും ഒരു അവബോധം വേണം, അതായത് ഒരു കോൺഷ്യസ്നെസ്, നിങ്ങൾ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു 4 പേര് കൂടിയിരുന്ന് ഒരാളുടെ വെറുതെ ആവശ്യമില്ലാതെ ഇരുന്ന് കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ നിങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് പിൻവാങ്ങണം. കാരണം നിങ്ങൾ ഉടമ്പടിയിലാണ്. ആരുടെയും കുറ്റം പറയാനോ കുറ്റം കേൾക്കാനോ നിങ്ങളോട് ഉടമ്പടി ഇരിക്കുന്നവരോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു കോൺഷ്യസ്നെസ്, അതുമല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചാൽ പോലും ബഹുമാനപ്പെട്ട അച്ഛനൊരു ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞതാണ്, അതെ ഞാൻ ഉടമ്പടിയിലാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ് എന്നുള്ളൊരു അവബോധം നമുക്കുണ്ടായിരിക്കണം. ഈ ഒരു അവബോധത്തിലേക്ക് ഈ മകൾ വളർന്നപ്പോഴാണ് ഈ 150 പേരെയും പിന്നിലാക്കിക്കൊണ്ട് ഈ മകളെ ഉയർന്ന ഉദ്യോഗം കൊടുത്ത് MBHR കഴിഞ്ഞ ഈ മകളെ ദൈവപിതാവ് ഉയർത്തിയത്. അത് ഈ സംഖ്യ തിരുവചനം 13:30 കാലേബിൻ്റെ ആ വാക്കാണ്. അത് നമുക്ക് പോയി കൈവശപ്പെടുത്താം, അത് കീഴടക്കി കൈവശപ്പെടുത്താനുള്ള ശക്തി നമുക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇതിനെപ്പറ്റി പിന്നീട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അത് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാർക്കും മനസ്സിലാക്കി. അതെ, കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ച കാലബിനെ ദൈവപിതാവ് ഒരുക്കി വെച്ച വലിയ സമ്മാനമാണ്. അവനും മക്കൾക്കും ആ ദേശം അവകാശമായി ദൈവപിതാവ് നൽകി. ഇവിടെയാണ് നമ്മൾ ഈ ഒരു മകളുടെ സാക്ഷ്യത്തോട് കൂട്ടി വായിക്കേണ്ടത്. അതെ, നമ്മളെയൊക്കെ തകർക്കാൻ നമുക്കറിയാം, ഓരോ ഫീൽഡും, എല്ലാ ജീവിത ഫീൽഡുകളും കോമ്പറ്റീഷൻ ഉള്ളതാണ്. ഏറെ പ്രത്യേകമായി യുവതീവാക്കൾ കരിയർ മേഖലയിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഇതേപോലെ അനാക്കിൻ്റെ വർഗത്തിൽപ്പെട്ട മല്ലന്മാർ, ശക്തന്മാരായവരുണ്ടാവും.
അവരെ എങ്ങനെയാണ് ദൈവപിതാവ് തീറ്റിപ്പോറ്റുന്നത്? അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്. പക്ഷേ ഒന്ന് മാത്രം, ഈ മകൾ പറയുന്ന പോലെ ഉടമ്പടി കോൺഷ്യസ്നെസ് അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. രണ്ടാമത് കാലബിനെ പോലെ കഴിവില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ എഴുതി തള്ളുമ്പോഴും ഉടമ്പടിയുടെ ബലത്തിൽ നോട്ട് ബൈ മെറിറ്റിൽ ഞങ്ങൾക്ക് വിജയിച്ച് മുന്നേറാനാകും എന്ന് നിങ്ങൾ ഉറച്ച് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറണം. മൂന്നാമതായിട്ട്, ഈ കൃപകളൊക്കെ കിട്ടിക്കഴിഞ്ഞും കൃപാസന മാതാവിനെ മഹത്വപ്പെടുത്തി, ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി പിന്നീടുള്ള ഒരു ജീവിതം ഞാൻ സെറ്റ് ചെയ്യും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൂടി എടുക്കുമ്പോഴാണ് ഈ ഒരു സമയച്ചുരുക്ക പ്രതിഭാസം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതിന് കർത്താവിനെ പൂർണ്ണമായിട്ട് അനുഗമിക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കണം. അത് വചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. കാലബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ പൂർണ്ണമായി ദൈവത്തെ അനുഗമിച്ചു. ഇവരെല്ലാവരും കണ്ടത് ഈ അനാക്കിൻ്റെ വർഗ്ഗക്കാരെ ആണെങ്കിൽ കാലബ് കണ്ടത് കർത്താവിൻ്റെ ശക്തിയിലാണ്. കർത്താവിൻ്റെ ശക്തി ഇവരെ തോൽപ്പിക്കുമെന്ന് കാലബിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ഈ കാലബിൻ്റെ കൂടെ നിന്നു, മക്കൾക്ക് ഭൂമി അവകാശമായി കൊടുത്തു. അപ്പോൾ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരുപാട് ശക്തികൾ, വ്യക്തികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പോഴൊക്കെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നു, ഉടമ്പടി എടുത്തുകൊണ്ട് എന്നെ കൂട്ടി നീ യാത്ര ചെയ്യുക. അതെ, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേ തന്നെയുണ്ട്. കർത്താവ് നിങ്ങളെ കൂടെ നിന്ന് ഓരോ വിഷയവും നടപ്പിൽ വരുത്തുവാൻ ഉടമ്പടി നിങ്ങളെ സഹായിക്കും എന്ന് വെളിവാക്കുന്നതാണ് നാളിതുവരെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ സാക്ഷി. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവപിതാവേ, ഈ ഒരു പ്രത്യേകമായ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചാൽ, ഉടമ്പടിയോട് ചേർന്ന് നിന്നാൽ വിജയം സുനിശ്ചിതമാണ്. അതെ, നമ്മളെ തകർക്കാൻ ആശിച്ചു നിൽക്കുന്ന, ഓങ്ങി നിൽക്കുന്ന ഒരുപാട് ശത്രുക്കളുള്ള ഒരു മേഖലയിലാണ് നാമെങ്കിലും, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നമ്മൾ അടക്കുന്നതെങ്കിലും, നീ കൂടെയുള്ളതിനാൽ ഞങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് വെളിവാക്കുന്ന വലിയൊരു സാക്ഷ്യമാണ്. ആ മകളുടെ അവിശ്വാസത്തെ പോലും പരിഹരിച്ചുകൊണ്ടാണ് അനാക്കിൻ്റെ വർഗത്തെ തൂത്തെറിഞ്ഞുകൊണ്ട്, മല്ലന്മാരെ നിശക്തരാക്കിക്കൊണ്ട് നീ ആ മകളെ സാക്ഷ്യപീഠത്തിലേക്ക് നയിച്ചത്. ആ മകളുടെ സാക്ഷ്യത്തെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളും ഇതൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങളുടെ കഴിവ് കൊണ്ട് നീന്തി കയറാൻ പറ്റാത്ത ഒരുപാട് ജീവിത പ്രാരാബ്ധങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ. പരിശുദ്ധമ്മേ, നീ കരം പിടിച്ചാൽ, സഞ്ചാരി മാതാവേ, നീ ഞങ്ങളോട് കൂടെ വന്നാൽ ഉടമ്പടി വഴി ആ വലിയ വിജയം ദൈവപിതാവ് ഞങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അത്തരത്തിലുള്ള വിഷമത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.